ചേച്ചിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വിജയ് കൊല്ലം ചേച്ചി 42 വർഷമായിട്ട് നമ്മൾ അഭിനയ രംഗത്തുള്ള ആളാണ്. ശാസ്താംകോട്ടയിലുള്ള ചേച്ചിയുടെ മകൻ്റെ ശ്രീകുട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് മകളെ ശ്രീകുട്ടിയെ വിളിച്ച് വരുത്തുകയാണ്. കാരണം ചേച്ചി ഒരു 5 ലക്ഷം രൂപ ദുബായിൽ പ്രോഗ്രാമിന് പറഞ്ഞിട്ട് വിനീതയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചായിരുന്നു. പക്ഷേ പ്രോഗ്രാം നടന്നില്ല. കയ്യിലിരുന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ ചിലവായും പോയി. അപ്പോൾ അത് ചോദിക്കാനായിട്ട് ഇവർ വന്നപ്പം ചേച്ചി ഇവിടെ ഇല്ല, ശ്രീകുട്ട ഇവിടെ ഉണ്ട്. പക്ഷേ ശ്രീകുട്ടിന് അത്യാവശ്യമായിട്ട് ശ്രീകുട്ടിന് പോകണം. ഈ സാഹചര്യത്തിൽ ഞാൻ അവിടെ ഇല്ല, നീ ഒന്ന് ചെന്ന് ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശ്രീകുട്ടിയെ വിളിക്കാൻ പോവാനേ. ഹലോ. ഹലോ മോളെ. അമ്മ ഷൂട്ടിൽ നിൽക്കുക. മോള് ആഷീറിനെ വിളിച്ചുകൊണ്ട് ശ്രീകുട്ടൻ്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലുമോ? എന്തുവാന്നറിയത്തില്ല. ശ്രീകുട്ടൻ വിളിച്ചിട്ട് അമ്മ എവിടാന്ന് ചോദിച്ചു. ഞാൻ ഷൂട്ടിന് നിൽക്കുകയെന്ന് പറഞ്ഞു. ശ്രീകുട്ടി അപ്പുറത്തിരിക്കാന്ന് ശ്രീകുട്ടി ഇങ്ങോട്ട് വിളിപ്പിക്കരുതെന്ന് പറഞ്ഞു. എന്തുവാ? ഹലോ. ശ്രീകുട്ടൻ്റെ വീട്ടിലോട്ടൊന്ന് ചെല്ല്. എന്താണെന്നറിയത്തില്ല. ശ്രീകുട്ടൻ വിളിച്ചു. നിന്നെ വിളിച്ചായിരുന്നോ അവൻ? ഇല്ല. എന്നെങ്കിൽ നീ അങ്ങോട്ടൊന്ന് ചെല്ല്. വേണ്ട, ഷൂട്ട് അവർ വിളിക്കുന്നു കേട്ടോ. ഷൂട്ടാ, ഞാനിവിടെ ഷൂട്ട്. അതാ വരുന്നത് ഒരു അത്യാവശ്യം പോകണമെന്നേ സാറേ. ശരി. പിന്നെ കൊച്ചിനെ അവിടെ കൊടുത്തിട്ട് പോരാ, പിന്നെ പോയി എടുക്കാം കേട്ടോ. ശരി. കഴിഞ്ഞു. ഈ ബാക്കിയുള്ളത് നമുക്ക് കാണാം. അദ്ദേഹത്തിന് എന്തോ സംസാരിക്കുന്നുണ്ട്. ഇതാൻ്റെ പെങ്ങള്. അപ്പം അമ്മ വരൂല? അമ്മ വരും. വിളിച്ചിട്ടുണ്ട്, ഷൂട്ടിങ്ങിലേക്കോ. നീ മോളല്ലേ? ഒരാളുടെ സ്ത്രീയുടെ പേരെന്താ? വിജി ചേച്ചി. സംസാരിക്കും. പേരെന്താ മോളെ? പേര് സാന്ദ്ര. അമ്മേനെ ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. നിങ്ങളുടെ അവിടെ വീടുണ്ടല്ലോ, അവിടുത്തെ വീട്ടിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു 3-4 മാസം മുന്നേ. ഇത് എൻ്റെ അനിയത്തിയാണ്, സിസ്റ്ററാണ്. അപ്പോൾ അവൾക്ക് ഒരു പുറത്തോട്ട് പോകാനായിട്ട്, എബ്രോഡിൽ പോകാൻ, അവൾ ഡാൻസൊക്കെ പഠിച്ചിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് ഇത് 40 വർഷവും 42 വർഷം കൊണ്ടുണ്ടെന്നാണ് അന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് അറിയുകയും ചെയ്യാം. ചേച്ചി വർക്കുകളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അറിയാം. അപ്പോൾ ഇവരെന്തോ ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ്, ഇങ്ങനെ പ്രോഗ്രാമിനും അങ്ങനെയുണ്ടൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഒരു 4 ലക്ഷം രൂപ അടുപ്പിച്ച് നമ്മളെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു വിസയ്ക്കും ഇതിനായിട്ടൊക്കെ. പറഞ്ഞതെന്ന് വെച്ചാൽ 2024 ഡിസംബർ 1 പോവേണ്ടി വരുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാ സമയത്തൊക്കെ വെച്ചു. പിന്നെ എന്തോന്ന് നിന്റെ അടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ്, എന്തോ ഒരു കഥക്ക് പഠിക്കാൻ പറഞ്ഞു. കഥക്ക് അങ്ങനെ എന്തോ ഒരു ഇതൂടെ പഠിക്കണമെന്ന് പറഞ്ഞ്. ഞാനാണെങ്കിൽ ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾക്കാണെങ്കിൽ ചെറുതില്ലേ നമ്മളെ അമ്മ മരിച്ചിട്ട് ഞാൻ അവളെ വളർത്തുകയൊക്കെ ചെയ്ത്. പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ആളൂടെ നല്ല സപ്പോർട്ടായിട്ടൊക്കെ തന്നെയാണ് അവളെ കാര്യം. അപ്പോൾ അവൾക്ക് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഇല്ലാത്ത കാശാണ് എടുത്ത് കൊടുത്തത്. അതിനുശേഷം ഈ പറഞ്ഞ ഡിസംബർ ആ ടൈം വിളിക്കുമ്പോൾ എന്നു വെച്ചാൽ ടിക്കറ്റ് ഒന്നും വന്നിട്ടില്ല, വിസയുടെ കോപ്പി ഒന്നും നമുക്ക് തരുന്നില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇത് എടുക്കുന്നില്ല. അങ്ങനെയാണ് വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ എപ്പോഴും പൂട്ടിയിട്ടേക്കുക. ആളിനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നമുക്ക് നമ്മളെ പൈസ എങ്ങനെയെങ്കിലും മേടിച്ചിടണം. കാര്യം ഇതൊന്നും നടക്കുന്നില്ല. സംസാരിക്കാൻ പറയട്ടെ. പിന്നെ പേരെന്താ മോളെ? സാന്ദ്ര. ഒരു കാര്യം മനസ്സിലാക്കുള്ളത്, ഞാൻ പുറത്തായിരുന്നു, ഞാൻ അബുദാബിയിലായിരുന്നു. 8-9 വർഷമൊക്കെ ഒന്ന് കഷ്ടപ്പെട്ട പൈസയാണ്. അപ്പോൾ ഇവിടെ എന്നെ ഇങ്ങനെ വിളിച്ചൊരു കാര്യം ചോദിച്ചു. അവൾ പിന്നെ ചേട്ടാ, നിങ്ങൾ രണ്ടുപേരൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനൊരു വിഷയം അറിഞ്ഞിട്ടില്ല. എന്തായാലും അമ്മ വന്നോണ്ടിരിക്കുവല്ലേ, വന്നിട്ട് സംസാരിക്കും. അല്ല, നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, അപ്പോഴത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം നിങ്ങളെ മക്കളെ അറിയണമല്ലോ. ഇത് സംഭവിച്ചെന്നാ? ഇതിപ്പോ 4 മാസത്തോളമായി. ചേച്ചിയോ ഞാനോ ചേട്ടനോ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നമ്മളെ നമ്പർ ആള് വരുമല്ലോ, നേരിട്ട് വരുമ്പോൾ ചോദിച്ചാൽ പോരെ? അല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളുകൊണ്ട് നമ്മൾ പറഞ്ഞു ആള് വരുമ്പോൾ നേരിട്ട് സംസാരിക്കേ. ഹലോ, നിങ്ങൾ അറിയണ്ടേ, നിങ്ങൾ മക്കളെ അറിയണ്ടേ? ഇത് നാളെ ഞങ്ങൾ വന്ന് പുറത്തുനിന്ന് ഒരാൾ വന്ന് നിങ്ങളെ വീഡിയോ സംസാരിച്ച് നാളെ നമുക്ക് അതിന്റെ പുറകെ ഓടാൻ. ശരി. നിങ്ങളെ കാശിന്റെ കാര്യം നമുക്ക് പറഞ്ഞല്ലേ. ഇപ്പം വരാം. ഞാൻ എൻ്റെ പെങ്ങളൊന്ന് വരാണ്ട് കാത്തിരിക്കുമായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനായത്.
എനിക്കാണെങ്കിൽ ഇപ്പോൾ പോയിട്ടൊരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കാനുണ്ട്, അതിനായിട്ട് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഞാൻ ആ ഒരു രീതിയിൽ നിൽക്കുക. എന്നെ ഇപ്പോൾ വിളിച്ചു ഞാൻ ഇത് പറഞ്ഞില്ലേ, നിങ്ങളിതിപ്പോൾ ആര് പോണോ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇല്ല പെങ്ങൾ വന്നല്ലോ. ശരി, അമ്മ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒളിച്ചോടി പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ വരും, ഇപ്പൊ ക്ലാസ് എടുക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് വന്നില്ല, എനിക്ക് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഒരു പറ്റിപ്പിക്കാമോ നിങ്ങൾ മക്കളടുത്തല്ലേ പറയാൻ പറ്റും. പറഞ്ഞത് നല്ല ചേച്ചി, ഞാൻ അമ്മയെ വിളിച്ചല്ലോ. ഇപ്പൊ നിങ്ങൾ ഇന്ന് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിപ്പോ ക്ലാസ് എടുക്കാൻ പോകണം, ഞാൻ പോയിട്ട് ഉടനെ വരും. ശരി ശരി, മോളിരിക്കല്ലോ. എന്റെ വീടല്ലേ, എന്റെ വീട്ടിലല്ലേ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ശരി എന്നാ. ഷൂട്ട് കഴിഞ്ഞോ? അല്ല മറ്റേ പൈസേന്റെ എന്തോ വിഷയത്തിന്റെ ആള് വന്നിട്ടുണ്ട്. ചിലങ്ക എന്ന് പറഞ്ഞാൽ മതി. ചിലങ്ക മോക്ക് വേണ്ടിയിട്ട് ചിലങ്ക ഒരു വിസയുടെ കാര്യം ചിലങ്ക വിസേന്റെ കാര്യമാണല്ലോ. ഇഞ്ഞടുത്തേ ഞാൻ സംസാരിക്കട്ടെ. നമ്മൾ വിളിച്ചാൽ ഫോണും കൊടുക്കത്തില്ല. അവർക്ക് ഫോൺ കൊടുക്കാനാ പറയുന്നത്. കൊടുക്കണോ? ഞങ്ങൾ സംസാരിക്കാം. ഞങ്ങൾ വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല. അവിടെ കൊടുത്ത ഫോൺ ഞങ്ങൾ ഇവിടെ വന്ന് എന്തിനാ? ഞങ്ങൾ ഇവിടെ റോട്ടിൽ പോയി നിൽക്കണോ? കാശ് കൊടുത്തിട്ട് ചേച്ചിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം അറിയാമല്ലേ. ആൾ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കണ്ടിട്ടേ പോളൂ. ചേച്ചി എപ്പോഴായാലും ഇവിടെ ചേച്ചിയുടെ മോൾ ഇവിടെ ഉണ്ട്. മോൻ എന്തോ ക്ലാസ്സോ സ്കൂളിൽ ക്ലാസ്സോ അതെന്നാ പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ചേച്ചിയുടെ മോളെടുത്ത് ചേച്ചി എന്തെന്ന് വെച്ചാൽ സംസാരിക്കും. പറ. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മ പൈസ കൊടുത്താൽ അവർ പോവുള്ളെന്ന് പറഞ്ഞിരിക്കുന്നേ. എത്ര രാത്രി ആയാലും നിങ്ങളെ കണ്ടിട്ടേ പോത്തോളം എന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. അത്രേ ഉള്ളൂ. എത്ര രാത്രി ആയാലും ഇവിടെ കണ്ടിട്ടേ പോണോളൂ. എന്തായാലും നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വാ, പണയം വെച്ച് കൊടുക്കാം. അമ്മ ഞാൻ പറഞ്ഞാലൊന്നും ഒരു സോൾവ് ചെയ്താൽ അവർ പോത്തില്ല. നിങ്ങളെ കണ്ടിട്ട് അവർ പോകണോളൂ. ഞാൻ എന്ത് പറഞ്ഞ് സോൾവ് ചെയ്യാനാ? ഞാൻ ഫോൺ കട്ടി വരാൻ പറഞ്ഞോട്ട്. ഫോൺ കട്ടി ഇങ്ങടുത്തെ. വെച്ചോ. ഞാൻ അറിഞ്ഞ സംഭവമല്ല. പ്രസവത്തിന് ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് പ്രസവത്തിന് നിൽക്കുന്നു. ഞങ്ങൾക്ക് തന്നിട്ടുമില്ല. കൊച്ചുങ്ങൾക്ക് മാലയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പൊ അതൊക്കെ പൈസ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതറിയണ്ടേ, മക്കളറിയണ്ടേ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും എങ്ങനെ കാശ് ഉണ്ടായിക്കൊണ്ട് വരണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പൈസ വരുമ്പോൾ നമുക്ക് മക്കൾ അറിയണ്ടേ. കുറിക്ക് ഓരോ ചിട്ടിക്കും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ പൈസയാണ് ഞങ്ങൾ ഭയങ്കര കുറിയാണ്. ഇങ്ങനെ എത്ര പേരെന്ന് ഇത് കണക്ക് ഒന്ന് ആലോചിച്ചു. ഒരാളിനെ മാത്രമായിട്ട് ഗൾഫിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരാളിനെ ആയിരിക്കൂല, ഏജന്റ് വഴി വല്ലോ ആയിരിക്കും. 10-20 പേരെ 25 പേരെ. വേറൊരാളും കൂടെ ഉണ്ട്, അയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു. അപ്പൊ അമ്മ അതിന് പൈസ പറ്റി കാണൂല. അതല്ലേ അമ്മ ഫോൺ എടുക്കാത്തത്. നമ്മൾ നിങ്ങൾ ഈ സിനിമയിലൊക്കെ പറഞ്ഞത് കേട്ടോളൂ. സിനിമയിലൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാം, ഈ ഗൾഫിൽ പോയി ഒട്ടാത്തിന് വായിക്കണമെന്ന്. ഞാൻ പണിയാണ് ചെയ്തത്, അതറിയാം. ഞാൻ അവിടെ പോയി അനുഭവിച്ചാണ് 9 വർഷം. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് കൊച്ചേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിക്കാനേ പോയിട്ടുണ്ടോ? അല്ല ചോദിച്ചത്, നിങ്ങളൊന്നും സംസാരിക്കില്ല, അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കോട്ടെ കുട്ടി. ഇപ്പൊ എന്റെ മോള് അല്ല ഏട്ടാ, ഞാൻ കല്യാണം കഴിഞ്ഞ് പോയിട്ട് 5 വർഷം. ഞാൻ പയ്യന്നൂരാ താമസിക്കുന്നത്. ഫോൺ വഴിയുള്ള കോണ്ടാക്ട് മാത്രമേ. അതെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മയെ കാണുന്നു പോകുന്നു. ഇവിടെ നടക്കുന്ന സംഭവങ്ങളോ ഒന്നും ഞാൻ അറിയാറില്ല. അടുത്താണ് നമുക്ക് എപ്പോഴും ഓടി വന്ന് അമ്മയെ കാണാം. എന്തിനാണ് ഇങ്ങനെ പറ്റിച്ച് പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതിനകത്ത് അത്ര കൂട്ടുള്ളവരാണ് ചെയ്യുന്നത്. ഞാൻ ഉള്ള കാര്യമാണ്. അറിയാത്ത കാര്യം സുഖമായിട്ട് നിങ്ങൾ ആണ്ട് സംസാരിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുന്ന തലവിളിച്ചിരിക്കുന്ന കാര്യം എന്താ? സംഭവം എനിക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിത് കേട്ടിട്ട് ഞാൻ ആ ഷോക്കിലുള്ളത്. നിങ്ങൾ അത് അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, കാര്യം പറയുമ്പോൾ അനാവശ്യമായിട്ട് പറയരുത്. ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല. എന്റെ മോള് റിട്ടയർഡ് ആയപ്പോ പൈസ ആ ഒരു അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് എനിക്കും തന്നു, എന്റെ ഏട്ടനും തന്നു. റിട്ടയർഡ് ആയപ്പോ കിട്ടിയ പൈസയാണെന്ന് എനിക്കും അറിയാം. നമ്മളെടുത്ത് റിട്ടയർഡ് ആയി വാങ്ങിച്ചല്ല, പാടുപെട്ട പൈസയാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ പൈസ തന്നിട്ടേ ഇല്ല. അങ്ങനെ അമ്മ ചെലവിന് പോലും എന്റെ അമ്മ പൈസ തരാറില്ല. ഈ പാവപ്പെട്ട ഞങ്ങളെ വാങ്ങിച്ച കാശ് എന്ത് ചെയ്ത്? അത് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ലേ? നിങ്ങൾ ചോദിക്കുമ്പോൾ തലവിളിച്ചിരിക്കുമ്പോൾ തന്നെ അറിയാം കള്ള ലക്ഷണം ഒന്നും. കച്ചറ കുടുംബം. എന്റെ പൊന്നേച്ചി, എന്റെ സ്വർണം വരെ പണം ഇരിക്കുക. നിങ്ങൾക്ക് അറിയോ? എന്റെ സ്വർണം വരെ പണം വെച്ചിട്ടുള്ളത് അമ്മയല്ല, ഞാനാ വെച്ചേക്കുന്നത് എന്റെ ആവശ്യത്തിന്. അതുപോലും എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നു. ഞാൻ എങ്ങനെ എൻ്റെ അമ്മയുടെ പൈസ വാങ്ങിച്ചെന്ന് പറയുന്നത്? ഇപ്പൊ ഞാനും കൂടെ കള്ളിയായ. മോളുണ്ടായിരിക്കണ്ട എല്ലാം ഒന്നിനൊന്ന് കള്ളൻ. ചേട്ടാ, കുറെ നേരം എന്നെ കള്ളം എന്ന് പറയും. ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഞാൻ കുറെ നേരം നിങ്ങളോട് ക്ഷമിക്കുന്നു. ഞാൻ എന്റെ അമ്മയടുത്ത് ഞാനൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്തോ സംഭവം. നിങ്ങൾ എന്നെ കള്ളിന്ന് വിളിക്കുമ്പോ എനിക്ക് തന്നെ എന്തോ ആക്ഷേപം പോലെ തോന്നുന്നുണ്ട്. വായിക്കാത്ത സാധനത്തിന് എനിക്ക് കള്ളി. നിങ്ങൾ അറിയാതെ ഒരു സംഭവം നടക്കോ? ഇപ്പൊ നിങ്ങൾ സംസാരിച്ചില്ലേ? ഫോൺ എടുത്ത്
സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്ത് ചോദിച്ചു നോക്ക് എന്റെ അമ്മ എനിക്ക് പോലീസിലുള്ള ജോലിയില്ല, എനിക്ക് പോലീസിലുള്ള ജോലി, നീ പോലീസിലുള്ള ജോലി. ഒരു കാര്യം ചോദിച്ചാൽ വേണ്ടൂല. അമ്മ പറഞ്ഞല്ലോ. അമ്മ എന്നോടാ പറയുന്നത്, പക്ഷെ എനിക്ക് അറിയത്തില്ല സംഭവം ക്ലിയർ ആയിട്ട് ചോദിക്കാം. ഞാനായാലും അണ്ണനായാലും ക്ലിയർ ആയിട്ട് അവരോട് ചോദിച്ചാലേ എനിക്കറിയാം. അമ്മ മേടിച്ചോണ്ട് പറഞ്ഞല്ലോ. പറഞ്ഞു ഓക്കെ എന്താ എനിക്ക് വാങ്ങിച്ചു എന്താ സംഭവം, ബാക്കി സംഭവം ഞങ്ങൾ അറിയണ്ടേ. സംഭവം ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ പറയട്ടെ. ചേച്ചി നിങ്ങളെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് വാങ്ങിച്ചു. എന്നെ കൊണ്ടുപോകുന്നൊന്നും പറഞ്ഞില്ല, എവിടെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. ഓക്കെ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞു. അത് അവരെന്തോ ചെയ്തെന്ന് അവരടുത്തല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. ഇതിപ്പോ ഇവര് പറയുന്നത് ഞാൻ വാങ്ങിച്ചു, ഞങ്ങൾ പങ്കുകൊണ്ടെന്നല്ലേ പറയുന്നത്. അത് ആ മനുഷ്യന്റെ തെണ്ണം കൊണ്ട് പറയാണ്. അമ്മ ഇങ്ങനെ ചെയ്തതിനകത്ത് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവാത്ത പിന്നെ ആർക്ക് കൊടുക്കും അവര്? ഇപ്പൊ പറയട്ടെ, ഒരു അമ്മയോ അച്ഛനോ മക്കൾക്കല്ലാതെ വേറെ ആർക്ക് കൊടുക്കും പൈസ? വേറെ മക്കളുണ്ട് അമ്മയ്ക്ക്? എന്നോട് ഒരു വക ഇതുവരെ എന്റെ അമ്മ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം, ഞാൻ അതിനകത്തുനിന്ന് ഒരു പങ്ക് പറ്റിയിട്ടില്ല. എനിക്ക് എന്റെ കുഞ്ഞിന് 2 മാല വാങ്ങിച്ചത് വേണമെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് തരാം. നമുക്കെന്താ നിങ്ങളുടെ കുഞ്ഞിന്റെ മാല അതൊന്നും വേണ്ട, ആവശ്യമില്ല. അതിന്റെ കാര്യമില്ല. ഞങ്ങൾക്ക് ഈ പൈസ 4,62,700 രൂപ, അതായത് ഇവിടെ ഡ്രസ് അടക്കം 5 ലക്ഷം അടുപ്പിച്ചുണ്ടല്ലോ. ഈ പലിശ അവർ തന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ. നിനക്ക് എവിടെ പോകണോ? നിനക്ക് ഇനി ഇങ്ങനെ പൊയ്ക്കോളാൻ എടി, നിന്നെ കൊണ്ടുപോയി വിൽക്കോടി. നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് കള്ളത്തരം കാണിച്ച് ഫാമിലി മൊത്തം വേണ്ട ഒരു പഠിപ്പിക്കാനൊന്നും പോയി പറഞ്ഞു പോയിട്ട് അവനെ കാണാൻ പോലും ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ അവൻ എസ്കേപ്പ് ആയി. അവനൊന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെ നമ്മളടുത്ത് പറയുന്നത് എന്തിനാ അവനൊന്നും കൊടുത്തിട്ടില്ല എന്ന്? എല്ലാ അനിയത്തിക്കാണ് കൊടുത്തതെന്ന്. അവരുടെ സങ്കടം നമുക്ക് സങ്കടം വന്നു. കല്യാണത്തിന് എത്ര പവനുണ്ടായിരുന്നു? കുറെ പവനൊന്നുമില്ല, 15 പവനേ ഉണ്ടായിരുന്നുള്ളൂ. 15 പവന കള്ളത്തരം. 5 വർഷം മുന്നേ അല്ലേ? 15 പവനായപ്പോ എത്ര ലക്ഷം രൂപയായി? ചേച്ചി ഈ കൊലുസ് എന്റെ തന്ത മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വാങ്ങിച്ചു തന്നതാ. കമ്മല് എന്റെ കൊച്ചിന്റെ കല്യാണം കെട്ടിന് വാങ്ങിച്ചത് ഞാൻ മാറ്റി വാങ്ങിച്ച കമ്മല്. എന്റെ കമ്മല് ഞാൻ കൊടുത്ത എന്റെ കൊച്ചിന് കൊലുസാക്കി കൊടുത്ത കല്യാണം. ബ്രേസ്ലെറ്റാ? ഇത് എന്റെ കൊച്ചിന്റെതാണ്. ഇത് വളയെ, ഇത് ഗോൾഡ് കവറിങ്ങാ. ഇത് മോതിരോ? ഇത് എന്റെ കല്യാണ മോതിരം. മൂക്കുത്തി കിടക്കണതാ? മൂക്കുത്തി എന്റെ കൊച്ചിന്റെ കമ്മല്. അപ്പൊ സ്വന്തമായിട്ടൊന്നുമില്ല. കൊള്ളികൾ ഇത്രയും വയസ്സായി കള്ളിയെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉണ്ടാ, തള്ളയെ പോലെ തന്നെ, തള്ളയെ പോലെ. ഒരു സ്ത്രീ ഫുള്ള് സ്വർണ്ണത്തിൽ വന്നിരിക്കുന്നത് കേട്ടപ്പോ മോളുള്ളത് കൊച്ചിൻ്റെ നമ്മളെ പോലീസ് പിടിക്കാനാ. ബാക്കിയുണ്ടല്ലോ എന്റെ കയ്യിൽ സ്വർണം. എത്ര പവൻ ഉണ്ടാവും എല്ലാം കൂടെ? എനിക്ക് 5 ലക്ഷം രൂപയ്ക്കകത്ത് ഉണ്ട്, കണക്കുണ്ട് എൻ്റെ. അത് ഇങ്ങനെ തന്നാൽ മതി. നിങ്ങളെ 10 രൂപ എനിക്ക് വേണ്ട. അതിനെ ഒട്ടകത്തിരിക്കുമ്പോൾ മൊഴയാണ് എൻ്റെ കുറുകിയിരിക്കുന്നത്. അവിടെ കിടന്ന് പാടുവിട്ടത് എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറയാണ്. സത്യം. ഞാനിവിടെ ഷൂട്ടിന് അപ്പുറത്ത് ഇവിടെ നിൽക്കുവായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു ഷൂട്ട്. നിങ്ങൾ അങ്ങോട്ട് വന്നാ പോരെ? നിങ്ങൾക്ക് ഞാൻ എങ്ങും പോകത്തില്ല. ഞങ്ങളുടെ പിള്ളേർ കല്യാണമൊന്നും അല്ല. ഞങ്ങൾ ചേച്ചി എന്റെ അടുത്തോട്ടിരി, അവിടെ പോയിരി. പുള്ളികളൊന്നും അല്ല. നിർത്ത് ചേച്ചി, നിർത്ത്. ഇവിടെ ഇരി. കുഞ്ഞു ഉറങ്ങുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചു. ചേച്ചി ഇത് പിന്നെ ഇതല്ലാതെ എനിക്ക് അറിഞ്ഞൂടെ? നമ്മളെ വീട്ടിലും ഇല്ല, സ്വന്തം വീട് പോലെ നിങ്ങളെല്ലാം വാങ്ങിച്ച് എനിക്കാ തന്നേന്ന്. ഞാനും കൂടെ കള്ളിയായി. എന്തിനാണ്ടി എന്നെ പറ്റിച്ചത്? എടാ ഞാൻ മാത്രല്ല കാശ് മേടിച്ചേക്കുന്നത്, ബിജുവും കൂടെ വന്നല്ലേ കാശ് മേടിച്ച്. നിങ്ങൾ ബിജുവിന്റെ അടുത്ത് സംസാരിച്ചത്? ആന്റി അല്ലേ എന്റെ ചേച്ചി എടുത്ത് എന്റെ അടുത്ത്. സംഭവം എന്തുവാ? സംഭവം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ അടുത്ത് പറ. ഈ കൊച്ചിനെ ഇവരെപ്പോഴും സംസാരിച്ചാൽ മതി. ഞാൻ എനിക്ക് സൗണ്ട് ഇങ്ങനെ തന്നെ. ശരി, മോളടുത്ത് സംസാരിക്കേ. സംസാരിക്കൊന്നും വേണ്ട. കുറെ നേരം കള്ളി കള്ളിന്ന് വിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ കള്ളി അവളാണോ കാശ് മേടിച്ചത്? കള്ളിന്ന് പറഞ്ഞു. അണ്ണൻ പറഞ്ഞോളെ ഞാൻ വാങ്ങിച്ച എനിക്കാ തരുന്നത്. അണ്ണൻ ഒന്നും കൊടുത്തിട്ടില്ല. അണ്ണന്റെ കാറ് കൊടുത്തില്ലേ? അതൊന്നും അണ്ണന് കൊടുത്തതല്ല. നമ്മളെല്ലാം വാങ്ങിച്ച് നിങ്ങളെല്ലാം എനിക്കാ തന്നോണ്ട്. പിന്നെ കാശ് കൊടുക്കാം. മോള് പറ, എന്താ വേണം? അമ്മയുടെ കയ്യിൽ 5 പൈസ ഇല്ല. ഞാൻ എന്താ വേണമെന്ന് പറ. നിങ്ങളിപ്പോ ഉള്ള ഞാൻ കൊച്ചിന്റെ കഴിക്കുന്നല്ല ഊരി തരാം. 5 ലക്ഷം കിട്ടും എല്ലാം കൂടെ. 5 ലക്ഷം കിട്ടിയാൽ കിട്ടിയത് ബാക്കി എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുക്കാം. അണ്ണന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം വാങ്ങിച്ചിട്ട് അത് വിറ്റിട്ട് അവര് പൈസ കൊടുക്കാം. ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സഹോദരൻ വന്ന് അവൻ പറഞ്ഞ കാര്യം മനസ്സിലായ? കൊടുത്തിട്ടില്ല, മൊത്തം കൊടുത്തത് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ ഞങ്ങളെ പോലെ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ട്, മോക്ക് കൊണ്ട് കൊടുക്കണം അല്ലേ? കല്ലിയെ പോലെ നീ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത് എന്ത്? കേട്ടോണ്ടിരിക്കുന്നത് 3-4 വട്ടം പറഞ്ഞ കള്ളി കള്ളിന്ന് വിളിക്കല്ലേ. പച്ച കള്ളി നീ ആ കേക്ക. അപ്പൊ അമ്മയ്ക്കത് ചെയ്യാല്ലേ?
കള്ളി എന്ന് പറഞ്ഞാൽ കള്ളി തന്നെ സംശയം തരും കള്ളി ആയതുകൊണ്ടല്ലേ മിണ്ടായിരിക്കണം. ആരെ അവരെ കുറിച്ച് അന്വേഷിച്ചിട്ട് പൈസ കൊടുക്കാൻ അന്വേഷിക്കാൻ വേണ്ടി എവളെല്ലാം അന്വേഷിച്ച് പറക്കി ഇവർ ഇത്രയും വർഷമായിട്ട് ഒരു ഫീൽഡ് നിൽക്കുന്നവരുത്തിയല്ലേ നിങ്ങൾ കൊന്നാലും വേണ്ടിയില്ല എനിക്കറിയാം. ഇങ്ങോട്ട് നിന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കണ്ട, ഞാൻ ഇവിടെ ഇരിക്കും. നിങ്ങൾ എപ്പ പൈസ വരും എന്നിട്ട് ഞങ്ങളെ മോളെ വിടുള്ളൂ. പിന്നെ എന്റെ ചേച്ചി എനിക്ക് പൈസ നീ നിനക്കല്ലേ എല്ലാം തന്നല്ലേ പറഞ്ഞത്? നിന്റെ ആങ്ങളെ പറഞ്ഞത് അനിയത്തിക്കാണ് എല്ലാം തന്നേന്ന്. നീ കൊണ്ടുവാ 5 ലക്ഷം രൂപയും കൊണ്ടുവാ. നിന്റെ അമ്മ ഇങ്ങനത്തെ കള്ളിയായി പോയല്ലേ. എന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ഈ അഭിലാഷ വാടക്കണം. അമ്മയും മോളും കള്ളിയാണ്, അമ്മയും മോളും. ഈ കണ്ണിയിലൊന്നും ഇനി നമ്മളെ മുന്നിൽ വീഴ്ത്തണ്ട കേട്ടല്ലേ. എനിക്കൊരു കോള് വരുന്നുണ്ട്. ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് വിളിക്കുന്നതാ. ഷൂട്ടിംഗ് ഭയങ്കര ഷൂട്ടിംഗ് ആണ്. ചെല്ലി നീ അവിടെ വെച്ചിടി അല്ലെ മോള് ഓടും. ഇവിടുത്തെ വഴക്കങ്ങ് അവിടെ കേൾക്കാം. എന്താ പ്രശ്നം? എനിക്ക് എല്ലാ പൈസയും തന്നെന്നാ പറയും. ഞാനിപ്പോ കള്ളിയായില്ലേ. ഇവര് പൈസ വാങ്ങുന്നു പറയുന്നുണ്ട്. ഇപ്പൊ കള്ളി ഞാനും കൂടെ ആയി. ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കയ്യേറ്റമൊക്കെ ആയിരുന്നു. പിന്നെ പൈസ തരാതെ എന്തോന്ന്? പൈസ കൊടുക്ക്, പൈസ കൊടുക്ക്. എന്താ പൈസ കൊടുക്ക? എന്റെ എവിടെ ഇരിക്കുന്നു പൈസ? എവിടെ ഇരിക്കുന്നു പൈസ? എന്റെ നിങ്ങൾ പൈസ വാങ്ങിച്ചോ? ആ പൈസ വാങ്ങിച്ചു. അല്ല, അതിനെ പരിഹരിക്കാനായിട്ട് ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, പൈസയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട്. എത്രയാണ് വാങ്ങിച്ചേ? 5 ലക്ഷം രൂപ. എന്ന് കൊടുത്തത്? എന്ന് കൊടുത്തെന്ന് പറഞ്ഞ പരിപാടിക്ക് കൊടുത്തത്. എവിടെ പോ നിങ്ങൾ വരി. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. വേണ്ട, നമ്മള് വെള്ളം കുടിക്കുന്നില്ല. ഇവിടെ വാ. എന്റെ ചേച്ചി എനിക്ക് ഇവിടെ വന്നിട്ട് കുടിക്കാം. പൈസ മേടിച്ച് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാനാണ്. എനിക്കതേ പറയാം. എന്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല. നീ അറിയാലേ, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ പെൻഷൻ കൊണ്ടാ, ഞാൻ വല്ലപ്പോഴും വർക്ക് കിട്ടുന്നത് കൊണ്ടാ ഞാൻ പൈസ വാങ്ങിച്ചോ ഇല്ലയോ? പൈസ വാങ്ങിച്ചോ? പൈസ വാങ്ങിച്ച്. എന്തിയെ പൈസ? എന്തിയെ? എന്റെ തന്നോ? ഇല്ലല്ലോ. എന്റെ കയ്യിലും തന്നിട്ടില്ല. അമ്മയ്ക്ക് ഇവർ കൊണ്ടുവന്ന് പൈസ കൊടുത്തു. ആ പൈസ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുത്താൽ പോലെ ഈ പാവപ്പെട്ടവൻ എന്തിനാണ് ഇതിനകത്ത് ബലിയാടാക്കുന്നത്? നിങ്ങൾ പ്രശ്നം എന്തെങ്കിലും ഇവിടെ വന്നിട്ട് തന്നെ വഴക്കുണ്ടാകും. അല്ലല്ല, പറയട്ടെ. എനിക്ക് പൈസ തന്നത്? പൈസ തന്ന കൊച്ചിന് മാലയൊക്കെ മേടിച്ചു തന്നില്ലേ? മാല മേടിച്ചു തന്നു. ഓക്കെ, മാല മാത്രമല്ല എനിക്ക് വാങ്ങിച്ചു. പിന്നെ അപർണയുടെ കൊച്ചിന് വള മേടിച്ചു കൊടുത്തില്ലേ? കൊച്ചിന്റെ വളയെ ഞാൻ വാങ്ങിച്ചു. എവന്റെ കൊച്ചിന് മാല മേടിച്ചായിരുന്നു. പൈസ കൊണ്ടുവന്ന് എന്റെ തന്നു. ഞാൻ എവിടുന്ന? ഞാൻ എന്റെ എവിടെ പൈസ തന്നു? നിങ്ങൾ 2 ലക്ഷം രൂപ തന്നത് എവിടുന്നായിരുന്നു? അതെ, റിട്ടയർമെന്റ് എന്നായിരുന്നു തന്നത്? എനിക്ക് എന്റെ ബാങ്ക് അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ എടുക്കേണ്ട കാര്യം. അത് ഇപ്പൊ അടുത്തിടക്ക് മേടിച്ചതാ. ബാങ്ക് എനിക്ക് അമ്മ പെൻഷൻ ആയപ്പോ 2 ലക്ഷം രൂപ തന്നു. അത് കഴിഞ്ഞ് ഇത് എപ്പോഴാ പൈസ വാങ്ങിക്കുന്നത്? ഇപ്പൊ 4 മാസം കഴിഞ്ഞു. 4 മാസമല്ല അയോട് എനിക്ക് തന്നിട്ട് 1 വർഷമായി. അപ്പൊ ഈ കടം മേടിച്ചല്ലോ ആയിരിക്കും. ഇത് മേടിച്ചു കൊടുത്താണ്. ഇത് ചേച്ചി പറയുന്നത് അങ്ങനെ കൊടുത്തു. എനിക്ക് ആ പൈസ തന്നില്ല. പൈസ അതായത് പെൻഷൻ വാങ്ങിച്ച പൈസ ഇല്ല, അത് ഇതുകൊണ്ട് ബന്ധമില്ലല്ലോ. അതേ പൈസ തന്നെ എനിക്ക് തന്നത്. ശ്രീകുട്ടനെ ബലിയാടാക്കേണ്ട കാര്യമില്ല. ശ്രീകുട്ടനെ വർഷങ്ങളായിട്ട് അറിയാം. ഈ കിട്ടുന്ന പൈസയൊക്കെ നിങ്ങളെ കയ്യിലേ തന്നുകൊണ്ടിരുന്നത് മോക്കും അത് ഇതിനൊക്കെ ആയിട്ട്. അപ്പൊ ഈ അതെന്തോ ആയി. ഈ 5 ലക്ഷം രൂപ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങ് കൊടു. തീർന്നല്ല വിഷയം. ഇനി ശ്രീകുട്ടനെ വലിച്ചെടുക്കണ്ട. ഇല്ല, എന്നെ ഇതിനകത്ത് എന്റെ കൊച്ചിന് മാല എന്ന് ഞാൻ തിരിച്ചു കൊടുക്കും. എന്റെ ബാധ്യത തീർന്നു. അമ്മ ഫോൺ എപ്പോഴാ അമ്മ എനിക്ക് പൈസ തന്നത്? ഇപ്പൊ ഞാനാ അമ്മ കള്ളിയായത്. കള്ളിയായല്ലോ നിങ്ങളല്ലേ. നിങ്ങൾ പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പം മാറി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയും. കാര്യം തീർന്നല്ലോ. 5 ലക്ഷം രൂപ വിഷയം തീർന്നില്ലേ? നമ്മൾ ഇവിടുന്ന് പോവുകയും ചെയ്യാം. ഇവരങ്ങ് പോയിട്ട് വെറുതെ നമുക്ക് മാനക്കേട് ആൾക്കാർ അങ്ങ് കേൾക്കാം. അങ്ങനെയാണ് ശ്രീകുട്ടൻ വിളിച്ച് ഞാൻ വന്നത്. നിങ്ങൾക്ക് പൈസ തന്നില്ല ചേച്ചി പറയുന്നത്. അമ്മയ്ക്ക് ഒരു ഇത് വന്നാ മോള് സഹായിക്കണ്ടേ? മോള് സഹായിക്കും. നിങ്ങൾ കണ്ണൂർ വിളിക്കുക. കണ്ണൂരല്ലേ ഭർത്താവിനെ വിളിച്ച് പറയാം ഇത്ര 5 ലക്ഷം രൂപ കൊണ്ടുവരാം. അല്ലാതെ ഇവിടെ ഇപ്പൊ കരാവോ ചെയ്ത പോലെയല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. അവനിപ്പോ ജോലിയൊന്നും ഇല്ലായിരിക്കും. അവന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും എടുക്കാനൊന്നും ഇല്ല. ഇപ്പൊ ഇത് അറിയുമ്പോ നാണക്കേടാ. അവിടുത്തെ സ്ഥലം വിറ്റ് കൊടുക്കാൻ നോക്കി. ഞാൻ എഴുതി കൊടുക്കും. അല്ലല്ല, കണ്ണൂരത്തെ സ്ഥലം വിൽക്കാനുള്ള പരിപാടി എന്തെങ്കിലും കണ്ണൂർ സ്ഥലം എന്റെ പേരിലല്ല കണ്ണൂരത്തെ സ്ഥലം. അത് ഭർത്താവിന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഭർത്താവിന്റെ പേരിലും അല്ല, ഭർത്താവിന് അച്ഛൻ കുടുംബ വീടായത്. ആ കുടുംബ വീടൊക്കെ വിൽക്കാൻ പറയണം. ഇതല്ലാതെ പിന്നെ ഈ 5 ലക്ഷം രൂപ ഇവര് പോവോ? മാനം കെട്ട പറഞ്ഞ ഗോൾഡൊക്കെ തരാന്ന് പറഞ്ഞു. ഇത് വിറ്റ് 5 ലക്ഷം രൂപ. ഇവിടെ താമസം. ഞാൻ ശ്രീകുട്ടന്റെ കൂട്ടുകാരൻ. അണ്ണാ ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്നപ്പോൾ സമാധാനമായി. യവൻ പരമക്കള്ള. ഇല്ല, ഞാൻ പൈസ വാങ്ങിച്ചാ. അവൻ നീറ്റ്. യവൻ പറഞ്ഞിട്ട് പോയാൽ ശരിക്കും പിടിച്ചില്ല. ഇത് മോളോട് ഇതാണ് കള്ളത്തരം പറയുന്നത്. ആദ്യം കുരിഞ്ഞിരിപ്പ്. മോനെ മോനെന്നല്ല, മോളെ മോളെ. അമ്മ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കുളിക്കുന്നത്. എന്തായാലും
വേറെ മക്കളുണ്ടാന്തോ? വേറെ മക്കളൊന്നുമില്ല. വേറെ മക്കളൊന്നുമില്ല. എപ്പോഴും സ്ത്രീകൊണ്ട് ചോദിച്ചാൽ എല്ലാം മോക്ക് ഉണ്ടാക്കണതും കഷ്ടപ്പെടുന്നതും ഒക്കെ മോക്ക്, പരിപാടി കളിച്ചാൽ മോക്ക്, സീരിയലിന് പോയാൽ മോക്ക്, സിനിമയ്ക്ക് അഭിനയിക്കുമ്പോൾ കിട്ടണ പൈസയൊക്കെ മോക്കാണ്. കണ്ണൂർ കല്യാണം കഴിച്ചാൽ ഞാൻ ഒരു ചേച്ചി നിങ്ങൾ ഈ പൈസയൊക്കെ ഇവിടെ മോക്ക് 100 കൂട്ടം കാര്യങ്ങളില്ല. ഞാൻ പറയാം പിന്നെ കല്യാണം കഴിച്ചാൽ അവൻ നോക്കൂലേ? അവൻ്റെ കാര്യമൊന്നും പറയണ്ട, അവന് ജോലിയില്ല, എല്ലാം ഞാൻ തന്നെ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനങ്ങനെ എപ്പോഴാ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ പറഞ്ഞു? ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടില്ലേ ഞാൻ? ചെയ്തു തന്നു. ഇപ്പോഴത്തെ പ്രസവത്തിന് പൈസ കണ്ടെത്തിയത് ഞാനല്ലേ? ആദ്യത്തെ പ്രസവത്തിന് പൈസ നിങ്ങളൊക്കെ ജോലി ചെയ്തോണ്ടിരുന്നു, വീട്ടിലെ ചെലവ് നോക്കി കുളിപ്പിക്കുന്നവർക്ക് പൈസ കൊടുത്തത് ഞാനല്ലേ? അത് എന്റെ ഏട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ലേ? അപ്പം നിങ്ങളെ മോളെ പേരും പറഞ്ഞ് വേറെ വല്ലവർക്കും കൊടുക്കണം? അതാരും കൊടുക്കില്ല, ഇവർക്ക് എന്നെ കൊടുക്കണം. ശ്രീകുട്ടി മാറണത് എനിക്ക് അപ്പോഴേ എനിക്കറിയാം. കുട്ടി ഇങ്ങനെ നല്ലൊരു പേരും വെച്ചോണ്ട് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്. 5 ലക്ഷം രൂപ ഈ വാങ്ങിച്ച പൈസ അല്ല ചേച്ചി ചോദിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുടുംബത്തെ രക്ഷിക്കണം. അതാണ് ഞാൻ ശ്രീകുട്ടിന്റെ കൂട്ടുകാരൻ്റെ രീതിയിൽ പറയണം. ഈ 5 ലക്ഷം രൂപ ഭർത്താവ് കൊടു, ഇതെല്ലാം കൂടെ ഊരി പറിക്കാൻ കൊടു. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടു. അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും? ഭർത്താവിന്റെ അക്കൗണ്ടിൽ അതിന് അക്കൗണ്ട് ഒന്നുമില്ല. എന്റെ പൊന്നെ, എന്തൊരു കള്ളത്തരം. ഈ കാലത്ത് അക്കൗണ്ട് ഇല്ലാത്തവരാര്? ശരി, ഈ പൈസയായിട്ട് ഒരു കാര്യം ചെയ്യണം. ചേച്ചി നാളെ ഒരു 10 മണിയാകുമ്പം 5 ലക്ഷം രൂപ ഇവരെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. നിങ്ങൾ എവിടെ, പേട്ടയിൽ എവിടെയാണ് താമസം? പേട്ടയില് അവിടെ കൗമുദി TV ഉണ്ടല്ലോ, അതിന്റെ അവിടെ. കേരള കൗമുദിയുടെ ഓഫീസ്, കൗമുദി TVയുടെ അവിടെ പോയിട്ട് പറയണം ഓമൈകോടിയിൽ ആൾക്കാർ വന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് 5 ലക്ഷം രൂപ അമ്മയുടെ കാര്യം പറഞ്ഞ് അതങ്ങ് കൊടുക്കണം. അത് കൃത്യമായിട്ട് രാവിലെ 10 മണിയാകുമ്പോൾ ഓഫീസിൽ കൊണ്ട് കൊടുത്താണ്. മോളെ ഇതിൽ കയറി ഇടപെടുള്ളൂ, ഇടപെടൂല എന്ന് മസ്റ്റായിട്ട് പറഞ്ഞ് ഇത് കരയുടെയാണോ ചിരിക്കുന്നതാണോ? ഇത് എന്താണെന്നൊന്നും എന്താ ആലോചിച്ചെന്നാ കണ്ണൂരത്തെ സ്ഥലം വിൽക്കണം. അയ്യോ കുഴപ്പമില്ല. മെൻസ് വേൾഡ്, ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങനെ നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.